സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. ഈ കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഉണരുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ ഞെട്ടിപ്പിക്കുന്ന അനേക സംഭവങ്ങൾ ഓരോ ദിവസവും നടക്കുകയാണ്. ഓരോ ദിവസത്തെയും വാർത്താ മാധ്യമങ്ങൾ നാം നോക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന അനേക സംഭവങ്ങളാണ് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അതിഭയാനകമായ, ക്രൂരമായ, ബീഭത്സമായ കാര്യങ്ങൾ നാം ദിവസം തോറും കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഉണരുന്നതിന് മുൻപ് തന്നെ അടുത്തത് നാം കാണേണ്ടതായി വരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, അതുപോലെ പ്രായമുള്ളവർ ഒക്കെ അതിക്രമങ്ങൾക്ക് വിധേയരായിത്തീരുന്നു. ഇത് നമ്മുടെ മനസാക്ഷിയെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതായ സംഭവങ്ങളാണ്. മനുഷ്യരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലാണ് നാം ജീവിക്കുന്നത്. സമാധാനമില്ലാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ നാം ആയിരിക്കുന്നു. തുടർന്നുള്ളതായ നാളുകളിൽ ഇതിന് ശമനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഇത് തുടർന്ന് അങ്ങോട്ട് വർദ്ധിച്ചു വരികയുള്ളൂ എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കുറ്റവാളികളുടെ അംഗസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നത് കൊണ്ട് ജയിലുകളൊക്കെ നിറഞ്ഞു കവിയുന്നു. എന്നാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ ജയിലുകളിൽ സുഖവാസം അനുഭവിക്കുകയാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മനുഷ്യന് സമാധാനമില്ലാത്ത ഒരു കാലത്ത് നാം ജീവിക്കുന്നുവല്ലോ. കൊച്ചു കുട്ടികൾക്ക് സമാധാനമില്ല, യൗവനക്കാർക്ക്, മുതിർന്നവർക്ക്, പ്രായമുള്ളവർക്ക് ഒന്നും സമാധാനമില്ലാത്ത ഒരു ലോകാന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. എത്രമാത്രം ഭയാനകമാണിത്! എന്തുകൊണ്ടാണ് ഇങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടു വരുന്നത്, കുറ്റകൃത്യങ്ങൾ പെരുകുന്നത്? ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മനുഷ്യനിലുള്ളതായ പാപമാണ്. മനുഷ്യൻ്റെ പാപ സ്വഭാവം അവനെ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചു കൊണ്ടുവരുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു: ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതുകൊണ്ട് എല്ലാവരിലും മരണം പരന്നിരിക്കുന്നു. ലോകം, ജഡം, പിശാച്, ഇത് മൂന്നും മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നതാണ്. ലോകത്തിൻ്റെതായിട്ടുള്ള മോടിയും ധാടിയും ആഡംബരവും മനസ്സിനെ രസിപ്പിക്കുന്ന അതിൻ്റെ സന്തോഷങ്ങളും മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിടുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു: ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, എന്നാൽ അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. അതുപോലെ തന്നെ ജഡികോല്ലാസത്തിന് വേണ്ടി മനുഷ്യൻ സ്വീകരിക്കുന്നതായ വ്യർത്ഥമായ കാര്യങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, ജഡികോല്ലാസത്തിന് വേണ്ടിയുള്ള മറ്റ് വിവിധങ്ങളായ അസാൻമാർഗിക കാര്യങ്ങൾ, ഇതെല്ലാം മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിവിടുന്നു. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പിശാചിന് വേണ്ടി തൻ്റെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പിശാച് അവനെ നയിക്കുന്നു. പാപമംഗലമായ ജീവിതത്തിലേക്ക് അവനെ നയിച്ചു കൊണ്ടുപോകുന്നു. അതിൻ്റെ അവസാനം മരണത്തിലേക്ക് ചെല്ലുന്നു എന്നുള്ളത് അവൻ മനസ്സിലാക്കാതെ അവൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം മനുഷ്യരെ പാപത്തിലേക്കും തദ്വാര നിത്യമായ മരണത്തിലേക്കും നയിക്കുന്നു എന്നുള്ളത് വാസ്തവമായ സംഗതിയാണ്. വിശുദ്ധ തിരുവെഴുത്ത് ഇതിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? യെശയ്യാപ്രവചനം 57 അധ്യായം 20-21 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. അങ്ങനെ കലങ്ങി മറിയുന്ന കടൽ പോലെ, ചേറും ചെളിയും മേലോട്ട് തള്ളുന്ന വലിയൊരു സമുദ്രം പോലെയാണ് ദുഷ്ടന്മാർ. അതുകൊണ്ടാണ് ഈ പാപപ്രവൃത്തികൾ വർദ്ധിച്ചു വരുന്നത്. ലോകം പാപപങ്കിലമായി തീരുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, സന്തോഷമില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമകളായി മനുഷ്യർ മാറുന്നു, കൊല്ലും കൊലയും വർദ്ധിച്ചു വരുന്നു. എന്നാൽ സമാധാനം ലഭിക്കുവാനുള്ള വഴി എന്താണ്? യാതൊരു തത്വശാസ്ത്രങ്ങളോ യാതൊരു ഇസങ്ങളോ നമുക്ക് സമാധാനം നൽകുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ തിരുവായി മൊഴിഞ്ഞു: ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ലോകം തരുന്നത് പോലെയല്ല. നമുക്ക് സമാധാനം നൽകുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവിടുത്തെ ജീവിതം നോക്കുക, അവിടുത്തെ ഉപദേശങ്ങൾ നോക്കുക, എല്ലാം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങളാണ്. ആ കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്നത് തന്നെ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുന്നതിന് വേണ്ടിയാണ്. അവിടുന്ന് കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ പരിപാവനമായ രക്തം സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് വേണ്ടി അവിടുന്ന് ചൊരിഞ്ഞു. ദൈവനീതിയുടെ മുൻപാകെ അവിടുന്ന് രക്തം ഒഴുക്കി. ആ കർത്താവായ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് സമാധാനം ലഭിക്കുന്നു, അവർക്ക് നിത്യരക്ഷ ലഭിക്കുന്നു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങനെ നിത്യരക്ഷ പ്രാപിച്ച് സമാധാനമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പുത്തൻ പുലരിയിലെ ദൈവിക ശബ്ദം കേൾക്കൂ. സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. പേരില്ലൂരാ
വേറില്ലൊരാശ്വാസസ്ഥാനവും വേറില്ലൊരാശ്രയവും വേറില്ലൊരാശ്വാസസ്ഥാനവും വേറില്ലൊരാശ്രയവും മൃത്യുവിലും സമാധാനമെന്റെ ക്രിസ്തുവിൻ സന്നിധാനം. മൃത്യുവിലും സമാധാനമെന്റെ ക്രിസ്തുവിൻ സന്നിധാനം. യേശു സന്നിധാനം എന്തോരു സമാധാനം. അഴലും മനസ്സിന് അരുളും സുഖദാനം. അഴലും മനസ്സിന് അരുളും സുഖദാനം. യേശു സന്നിധാനം